ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നാടൻ ചിക്കൻ കറി. ഓക്കെ ബാ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കണേ. ഇതാ വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പെരുംജീരകം, കുരുമുളക്, പിന്നെ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ. പിന്നെ ഇതേ ഉള്ളി അരിയണം. പിന്നെ തക്കാളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള ചിക്കൻ പീസാണ് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതെല്ലാതും ഇതിലേക്ക് ഇടുകയാണ് ചെയ്യണത്. ഇതാ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ച പൊടിയാണ്. ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിയൊക്കെ വഴറ്റുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ഉള്ളി ഇട്ടു. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇതിൽ ഇങ്ങനെ ഇട്ട് കെട്ടുകയാണ്. ഇത് അരച്ചിട്ടില്ല, ഇങ്ങനെ ഇടുകയാണ്. ഗ്രാമ്പു 2-3 എടുത്തിട്ട് ഒടിച്ചിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. വഴറ്റി സമയം കളയണ്ട. അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുക്കറിലത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുകയാണ്. പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആവി പോവാതെ അടച്ചു വെക്കണം. ഒന്ന് തിളച്ച് അത് വെന്ത് വരണേ. ചിക്കൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഇത് കറിവേപ്പില ഇടണം. അതിൽ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. എൻ്റെ കമൻറ്റിൽ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇതിൻ്റെ പേര്. എനിക്ക് ആ പേരറിയില്ലായിരുന്നു. കണ്ടോ? ഈ ഇല ഇതൊന്നും ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ റെഡി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ? ഇത് പൊറോട്ടയാണ് കേട്ടോ. രക്ഷയില്ല, സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.